എറണാകുളം ഇടപ്പള്ളിയിൽ 13 വയസ്സുകാരനെ കാണാനില്ല. എളമക്കര സ്വദേശി മുഹമ്മദ് ഷിഫാനെയാണ് കാണാതായത്. അല്ലമീൻ സ്കൂളിൽ പരീക്ഷ എഴുതി മടങ്ങിയ കുട്ടിയെയാണ് കാണാതായത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. അമൽ, ലുലുമോളിന് സമീപത്തെ CCTV ദൃശ്യങ്ങളടക്കം ലഭിച്ചിരുന്നു ഈ കുട്ടിയുടേത്. എന്തെങ്കിലും സൂചന ഈ ഷിഫാനെ സംബന്ധിച്ച് ലഭിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? ഗോകുൽ, ഏതായാലും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. നിർണായകമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് രാവിലെ 9:30 കൂടിയാണ് ഇടപ്പള്ളിയിലെ അൽ-അമീൻ സ്കൂളിൽ നിന്നിറങ്ങിയ കുട്ടിയെ കാണാതാവുന്നത്. തേവര കസ്തൂബ നഗറിൽ താമസിക്കുന്ന ഈ കുട്ടി പിന്നീട് ഇവിടെ അൽ-അമീൻ സ്കൂളിൽ പഠിച്ചതിന് ശേഷം അവിടെ ഇന്ന് എക്സാം ആയിരുന്നു. ആ എക്സാം 9 മണിക്കായിരുന്നു. പക്ഷേ 9:30 കൂടി വേഗത്തിൽ ഈ എക്സാം എഴുതി തീർത്ത് കുട്ടി പുറത്തേക്ക് ഇറങ്ങുകയും തൊട്ടടുത്തുണ്ടായിരുന്ന ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുകയും അവിടെ നിന്ന് പിന്നീട് നടന്ന് ഈ ഇടപ്പള്ളി ലുലുവിന്റെ ഭാഗത്തു കൂടി കടന്നു പോകുന്നതുമായാണ് പോലീസിന് മനസ്സിലായത്. ഇതേ തുടർന്ന് ലുലുവിന്റെ പിന്നിൽ നിന്നുള്ളതും അതിന് തൊട്ടപ്പുറത്തുള്ള ചില കടകളിലെയും കൊച്ചി മെട്രോയുടെയും CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയുണ്ടായി. ഇതിൽ നിന്നും കുട്ടി കടന്നു പോകുന്നത് പോലീസിന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. ഏതായാലും കുട്ടിയെ കാണാതായതിനു ശേഷം ഏകദേശം 5 മണിക്കൂറിന് ശേഷം മാത്രമാണ് ഈ വീട്ടുകാർ ഈ ഒരു വിവരം തിരിച്ചറിയുന്നതും പോലീസിനെ അറിയിക്കുന്നതും. സാധാരണ വീട്ടിലെത്തുന്ന ആ ഒരു സമയം കഴിഞ്ഞിട്ടും കുട്ടിയെ കാണാതായതോടു കൂടിയാണ് വീട്ടുകാർ ആശങ്കയിലാകുന്നതും പോലീസിനെ സമീപിക്കുന്നതും. തുടർന്ന് അതിവേഗത്തിൽ തന്നെ ഇളമക്കര പോലീസ് അന്വേഷണം ഊർജിതമാക്കിയായിരുന്നു. തൊട്ടടുത്തുണ്ടായിരുന്ന സ്റ്റേഷനുകളിലേക്കെല്ലാം ഉടൻ തന്നെ വിവരം കൈമാറുകയുണ്ടായി. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോലീസിന്റെ പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് പറയുന്നത്, വാഴക്കാല ഭാഗത്ത് നിന്ന് ആ സമയത്ത് പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സ്കൂൾ യൂണിഫോമിൽ ഒരു കുട്ടി സ്വകാര്യ ബസ്സിൽ കയറി മൂവാറ്റുപുഴയിലേക്ക് പോവുകയും ആ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ ഈ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ കുട്ടിയുടെ വിവരങ്ങൾ ആരായുകയും ചെയ്തിരുന്നു. പിന്നീട് മൂവാറ്റുപുഴ ഈ കുട്ടി ഒരു സുഹൃത്തിനെ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഒരു കുട്ടി ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കാണാതായ കുട്ടി തന്നെയാണോ ഈ വാഴക്കാലിൽ നിന്ന് മൂവാറ്റുപുഴയ്ക്ക് സഞ്ചരിച്ചത് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതിനായുള്ള ശ്രമം നടത്തുകയാണ് പോലീസ്. ഇതിന്റെ ഭാഗമായിട്ട് ഈ സ്വകാര്യ ബസിന്റെ ഓണറുമായി പോലീസ് സംസാരിക്കുകയും ഈ ബസ്സിനുള്ളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുവാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. നിലവിൽ ഈ സ്വകാര്യ ബസ് ഉള്ളത് തൊടുപുഴ ഭാഗത്താണ്. അല്പസമയത്തിനുള്ളിൽ ആ ഒരു CCTV ദൃശ്യങ്ങൾ കൂടി ലഭിക്കുന്നതാണ് ഗോകുൽ. ശരി, ഏതായാലും ഇടപ്പള്ളിയിൽ നിന്ന് കാണാതായ മുഹമ്മദ് ഷിഫാന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ ലുലുമോളിന് സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബസ് കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് അമൽ സുരേന്ദ്രൻ നൽകുന്ന വിവരം.